you don't see today. 41 വർഷത്തിന് മുൻപുള്ള വടക്കേന്ത്യ അല്ല ഇപ്പോൾ നാം കാണുന്നത്. I used to long to see one minister of our faith with whom I could sit and talk and pray. എനിക്ക് ഒരുമിച്ചിരുന്ന് സംഭാഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തൊക്കെ പോലെ എൻ്റെ അതേ വിശ്വാസമുള്ള ഒരു ശുശ്രൂഷകനെ കാണാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. I long to find a believer who was deeply committed. വാസ്തവമായി സമർപ്പിക്കപ്പെട്ട ഒരു വിശ്വാസിയെ കാണാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. And so I know the value of fellowship. അതുകൊണ്ട് കൂട്ടായ്മയുടെ മൂല്യം എന്താണെന്ന് എനിക്കറിയാം. Because I have missed it many years. അനേക വർഷങ്ങൾ എനിക്കത് ലഭ്യമായിരുന്നില്ല. But through it all, in between I had temptations to leave India and go abroad. Those days it was easier than it is today. ആ കാലയളവിൽ ഇന്ത്യ വിട്ടിട്ട് വിദേശത്ത് എവിടെയെങ്കിലും പോകാനുള്ള വലിയ പരീക്ഷണം എനിക്കുണ്ടായി. ആ കാലത്ത് ഇന്നത്തേക്കാൾ അത് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. And I was tempted, and then friends would come, they would discourage me, telling, why do you remain here? This is a dry and dead place. എൻ്റെ സ്നേഹിതർ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, നിങ്ങൾ എന്തിനാ വെറുതെ സമയം കളയുന്നത്, ഒരു പ്രയോജനമില്ലാത്ത നിർജ്ജീവമായ ഈ ദേശത്ത് don't remain, get out of this place. ഇവിടെ വെറുതെ നിങ്ങളുടെ സമയം കളയത്, വിട്ടുപോയി ഇവിടുന്ന് പുറത്തിയാട്. But through it all, എന്നാൽ അതിൽ കൂടെ എല്ലാം grace of God proved to be more than sufficient, and the grace of God kept me in North India. ഈ കാലങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കൃപ എനിക്ക് വേണ്ടുന്നതിലും അധികം ദൈവം തന്നു. ആ കൃപ എന്നെ ഈ വർഷങ്ങളിലെല്ലാം അവിടെ നിലനിർത്തി. And what kept me there strongly was a prophecy given by Joseph to his brethren. Joseph, you know, Old Testament Joseph. Okay. പഴയ നിയമത്തിലെ യോസഫ് മുഖാന്തരമുള്ള ഒരു പ്രവചനമാണ് എന്നെ നിലനിർത്തിയത്. The prophecy he gave to his brothers as he was dying. അവൻ മരിക്കുന്ന സമയത്ത് അവന്റെ സഹോദരന്മാർക്ക് നൽകിയ ഒരു പ്രവചനം. You know what he said to them? അവരോട് എന്താ പറഞ്ഞെന്നറിയാമോ? I am dying. ഞാൻ മരിക്കുന്നു. Then he said, എന്നിട്ട് പറഞ്ഞു, but God will visit you. എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. And he will take you out of this land of your slavery. എന്നാൽ അവൻ നിങ്ങളെ ഈ നിങ്ങളുടെ അടിമത്വത്തിന്റെ ദേശത്ത് നിന്ന് നിങ്ങളെ പുറപ്പെടുവിക്കും. And take you to the land of promise. നിങ്ങളെ വാഗ്ദത്ത ദേശത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകും. And the prophecy was, I am dying, but God will visit you. ആ പ്രവചനം എന്നോട് സംസാരിച്ചത്, ഞാൻ മരിക്കുകയാണ്, എന്നാൽ ദൈവം ഈ ദേശത്തെ സന്ദർശിക്കും. That gave me the confidence to stay there. അവിടെ നിൽക്കുവാനുള്ള ആത്മവിശ്വാസം എനിക്ക് തന്നത് ആ ദൂതാണ്. God will visit North India one day. ഒരു ദിവസം ദൈവം വടക്കേ ഇന്ത്യയെ സന്ദർശിക്കും. And when he visits, I want to be there to see it, to witness it, and to be a part of his visitation. അങ്ങനെ ദൈവം വടക്കേ ഇന്ത്യയെ സന്ദർശിക്കുമ്പോൾ അവിടെ സന്നിഹിതനായിരുന്ന് ആ ദൈവിക സന്ദർശനം കാണുകയും അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹം. I didn't want to be in some foreign country or somewhere away and only hear the report. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിദേശത്ത് എവിടെയെങ്കിലും ഇരുന്നും കൊണ്ട് അതിനെക്കുറിച്ച് കേൾക്കുവാനല്ല ഞാൻ ഇഷ്ടപ്പെട്ടത്. I wanted to see it myself. അത് നേരിട്ട് കാണുവാൻ ഞാൻ കൊതിച്ചു. That's what kept me there. അതാണ് എന്നെ അവിടെ നിലനിർത്തിയത്. And after 41 years, കഴിഞ്ഞ 41 വർഷത്തിന് ശേഷം the most excited person in North India is Papi Mathai. ഇന്ന് വടക്കേണ്ടുള്ളതിൽ ഏറ്റവും ആവേശഭരിതനായ ശുശ്രൂഷകൻ പാപ്പി മത്തായിയാണ്. God is visiting North India as we have never seen before. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പോലെ ദൈവം വടക്കേ ഇന്ത്യയെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. God is moving. ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. Thousands of people are coming to the Lord Jesus. ആയിരക്കണക്കിന് ആൾക്കാർ കർത്താവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. And miracles and signs and wonders through which God is confirming his word. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവം തന്റെ വചനത്തെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. In 1999, we became a region where I am.
1999 ഞാനായിരിക്കുന്ന പ്രദേശം ഒരു റീജിയനായി, ഒരു മേഖലയായി ക്രമീകരിക്കപ്പെട്ടത്. and I became the superintendent. ഞാൻ അതിൻ്റെ സൂപ്രണ്ടായി അന്ന്. At that time, we had about 23-24 newly planted churches. ആ കാലത്ത് 23-24 പുതിയതായി സ്ഥാപിക്കപ്പെട്ട സഭകളുണ്ട്. അതിൻ്റെ സൂപ്രണ്ടായിട്ടാണ് ഞാൻ നിയമിതനായത്. But in the last 11 years time, എന്നാൽ കഴിഞ്ഞ 11 വർഷമായി the Lord has enabled us to plant about 300 churches. ഏതാണ്ട് 300-ൽ പരം സഭകൾ സ്ഥാപിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. And we have 2 Bible schools 2 ബൈബിൾ സ്കൂളുകൾ, and some village schools, day school for children, കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുവാനായി ഗ്രാമങ്ങളിൽ ചില സ്കൂളുകൾ, and a teen challenge ministry. Teen challenge ministry is a ministry for rehabilitation for those who have ruined their lives through drug addicts. മദ്യപാനത്തിലൂടെ ലഹരി പദാർത്ഥങ്ങളിലൂടെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞവരെ പുനരധിവസിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തന പദ്ധതിയാണ് ടീൻ ചലഞ്ച്. And the number of churches are increasing. സഭകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. Now we are dividing our region into 2 more new regions. ഇന്ന് ഞങ്ങളുടെ റീജിയനെ 2 പുതിയ റീജിയനുകളായിട്ടൂടെ വിഭജിക്കുകയാണ്. Why should my heart be lonely and long for heaven and home, when Jesus is my portion, my constant friend is He. Oh, His eye is on the sparrow, and I know He watches me. Oh, His eye is on the sparrow, and I know He watches me. I sing because I am happy, and I sing because I am free. Oh, His eye is on the sparrow, and I know He watches me. Let not your heart be troubled. You know, His tender words I hear, and trusting on His promise, I lose my doubts and fears, and by the path He leads me, but one step I may see. Oh, His eye is on the sparrow, He watches me. Oh, His eye is on the little sparrow, and then I know He watches me. I sing because I am happy. Bobby is happy. And I sing because now I am free. Oh, His eye, yes, His eye is on the sparrow, and then I know He watches me. I sing because now I am happy. I sing
sing because I am free. Oh, yes, His eye. Yes, His eye is on the sparrow, and I know He watches me. Whenever I am tempted, and whenever doubts arise, and when song within me is turned to sighing, and hope within me dies, you know what I do? I turn the closer to Him, and then from fears and cares He sets me free. Oh, His eye is on the sparrow, and I know He watches me. Now I sing because I am free. Now I sing because I am free. Oh, His eye is on that small sparrow, and then I know, yes, I surely know, yes, I know, and I certainly know that His eye is on me, and He watches. Yes, He watches me. Yes, He watches. He watches. He watches you, and He watches you and me. Yes, He watches me. Amen. ജീവനുണ്ടോ? ഒന്ന് കരമുയർത്തി ഒരു സ്തോത്രമൊക്കെ ഒന്ന് പറഞ്ഞു. Praise the Lord. Hallelujah. That's right. Praise the Lord. Are you happy? ഇന്ന് രാത്രി സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? Praise the Lord. Hallelujah. How many of you believe that you are princes and princesses? നിങ്ങൾ രാജകുമാരന്മാരും രാജകുമാരികളുമാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് കരം വീശി ഒന്ന് Praise the Lord പറയാമോ? Praise God. Praise the Lord. If you believe that, then sit like a prince and sit like a princess. നിങ്ങൾ രാജകുമാരന്മാരും രാജകുമാരികളും ഒക്കെയാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഇങ്ങനെ തൂങ്ങിയിരിക്കാതെ ഒരു രാജകുമാരന്റെ രാജകുമാരിയുടെ പ്രൗഢിയോടുകൂടെ ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടതാണ്. Because that's what the Bible says, we are a royal priesthood. നാം ഒരു രാജകീയ പുരോഹിത വർഗ്ഗമാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയും. We are not only priesthood, but we are royal. നാം പുരോഹിത വർഗ്ഗമല്ല, നാം രാജകീയമാണ്. Amen. ആമേൻ. Lift up our hands and praise the Lord for that. ആ പദവിക്കായി നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. Hey, that's the way God looks at you tonight. That's the way God looks at you tonight. രാജാക്കന്മാർ രാജകുമാരന്മാരും രാജകുമാരികളുമായിട്ടാണ് ദൈവം ഇന്ന് രാത്രി നമ്മെ കാണുന്നത്. Praise the Lord. ആമേൻ. And it is a privilege to know Him, to worship Him, to serve Him. ഈ കർത്താവിനെ അറിയുന്നതും കർത്താവിനെ ആരാധിക്കുന്നതും കർത്താവിനെ സേവിക്കുന്നതും ഒരു വലിയ പദവിയാണ്. I would like one of you sisters maybe, who has the mic in front of you, to read from the
Gospel according to St. Luke chapter 5 verses 1 to 11. മൈക്കുമൊക്കെ ആയിട്ട് സഹോദരി വേണ്ടല്ലോ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വാക്യങ്ങൾ ദയവായിട്ട് വായിച്ചാട്ടെ. അവൻ ഗനസരേ തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയിൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോൻ ഉള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീനെന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്നുത്തരം പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറാകുവോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനോടും കൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബെദി മക്കൾക്കും അവണ്ണം തന്നെ. യേശു ശീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകുമെന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. And a few broken things. ഒരു അത്ഭുതവും കുറെ തകർക്കപ്പെട്ട സാധനങ്ങളും വസ്തുതകളും കാര്യങ്ങളും. That's my subject tonight. ഇന്ന് രാത്രി എൻ്റെ ചിന്താ വിഷയം അതാണ്. ഒരു അത്ഭുതവും കുറെ നുറുക്കപ്പെട്ട കാര്യങ്ങളും. All night labor and empty net left these partners of business so discouraged, exhausted and broken and deeply disappointed. രാത്രി മുഴുവനും ഉള്ള അധ്വാനം, ഒഴിഞ്ഞ വലയും പടകും ഈ സഹപ്രവർത്തകരെ നിരാശയിൽ, മാനസികമായ തകർച്ചയിൽ, ആകപ്പാടെ വല്ലാതെ തളർന്ന അവസ്ഥയിലാക്കി തീർത്തു. And then Jesus came. ആ സന്ദർഭത്തിൽ യേശു വന്നു. You know, when Jesus comes, everything is changed. യേശു വന്നു കഴിയുമ്പോൾ സകല കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. Amen. ആമേൻ. How many of you believe Jesus is already here tonight? യേശു ഇന്ന് രാത്രി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? Do you believe that Jesus is here? യേശു ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ? Praise the Lord. Hallelujah. If you truly, sincerely believe that Jesus has already come here before you ever arrived, then you can expect something to happen tonight. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പേ യേശു കർത്താവ് ഇവിടെ ആഗതനായിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിശ്ചയമായും ഇന്ന് രാത്രി ഇവിടെ ചിലത് സംഭവിച്ചേ മതിയാകൂ. You may have walked in here discouraged. ഇന്ന് രാത്രി നിങ്ങൾ നിരാശയോടുകൂടി ഇവിടെ കടന്നു വന്നിട്ടുണ്ടാവാം. Spiritually, physically, mentally broken. മാനസികമായി, ശാരീരികമായി, ആത്മീയമായി തകർന്ന അവസ്ഥയിൽ, Fearful and doubtful about your situation. നിങ്ങളുടെ സാഹചര്യങ്ങളെ കുറിച്ച് ഭയവും സംശയവും നിറഞ്ഞ അവസ്ഥയിൽ. And if you believe that you have walked into the very presence of Jesus, then you can expect changes to happen in your ഈ situation. സ്ഥിതിഗതികളെല്ലാം നിങ്ങൾ കടന്നു വന്നിരിക്കുന്ന യേശുവിന്റെ സന്നിധിയിലാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ സ്ഥിതിഗതികളെ മാറ്റി ചിലത് ചെയ്യുവാൻ അവൻ മതിയായവനാണ്. Jesus walked right into the situation of these disciples. തന്റെ ശിഷ്യന്മാരായിരുന്ന ആ വിശേഷത്തിലേക്ക് കർത്താവ് നടന്നെടുത്തു. And I would like you to consider with me 2 facts concerning this miracle. ഈ അത്ഭുതത്തെ കുറിച്ച് 2 വസ്തുതകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. I would like to draw your attention to what this miracle really required, or what was required for this miracle to happen. ഈ അത്ഭുതം സംഭവിക്കുവാൻ ആവശ്യമായ ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെ? That's very important. അത് വളരെ പ്രധാനമാണ്. And then we shall consider a few, or mainly 3 broken things. അതോടൊപ്പം തന്നെ 3 തകർക്കപ്പെട്ട കാര്യങ്ങൾ, ഉടഞ്ഞ കാര്യങ്ങൾ നാം പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. And that also is very important. അതും വളരെ പ്രധാനമാണ്. So what does this miracle require? ഈ അത്ഭുതത്തിന്റെ ആവശ്യകത എങ്ങനെ ഉണ്ടായി? I will say it in one sentence, simple sentence. ഒരു ലളിതമായ വാചകത്തിൽ ഞാൻ ഇങ്ങനെ പറയാം. Obedience with faith. വിശ്വാസത്തോടു കൂടിയ അനുസരണം. That's
what was required for this miracle to happen. ഈ അത്ഭുതം നടക്കുവാൻ ആവശ്യമായിരുന്നതാണ്. Now what your situation is not at all important to Jesus. ഈ എങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആയിരിക്കുന്നുള്ളത് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപ്രധാനമാണ്. How hard it is, how impossible a situation you are facing, and how you may have even given up because it seems so impossible a situation. That doesn't matter to Jesus at all. എത്ര പ്രയാസകരമായുള്ള എത്ര ദുഷ്കരമായ അസാധ്യമായുള്ള ഒരു സാഹചര്യമാണ് എന്നുള്ളതൊന്നും കർത്താവിന്റെ പ്രശ്നമല്ല. ഒരുപക്ഷെ ഇതിന്റെ അസാധ്യതകളെ കുറിച്ചുള്ള വിലയിരുത്തലിൽ നിങ്ങൾ ഈ വിഷയം വിട്ടുകളഞ്ഞതായിരിക്കാം. And when the goal seemed to be so impossible, that was when this miracle happened. മുൻപോട്ട് പോകുന്നത് എത്ര ദുഷ്കരമായിരിക്കുന്നുവോ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ അത്ഭുതം നടന്നത്. Do you know God always does his miracles in partnership with people who are willing to obey. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക വസ്തുത, ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറാകുന്നവരുമായുള്ള പങ്കാളിത്വത്തിലാണ് ദൈവം പലപ്പോഴും അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. God is always calling us to obedience in order to see the impossible happening. അസാധ്യമായുള്ളത് സാധ്യമാക്കി തീർക്കുവാൻ വേണ്ടി നമ്മിൽ നിന്ന് അനുസരണമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. Right before our eyes, നമ്മുടെ കണ്ണിന്റെ മുൻപിൽ you will see the impossible happening if you are willing to obey in faith. വിശ്വാസത്തോടുകൂടി അനുസരിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ കണ്ണിന്റെ മുൻപാകെ തന്നെ അസാധ്യമായുള്ളത് സാധ്യമായി തീരുന്നത് കാണാം. How many of you like to see some impossible things happening right in your eyes? നിങ്ങളുടെ കണ്ണിന് മുൻപിൽ തന്നെ അസാധ്യമായുള്ള കാര്യങ്ങൾ സാധ്യമായി തീരുന്നത് കാണുവാൻ ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? You really want to see something impossible happening. അസാധ്യമായി തീരുന്നത് ഏതെങ്കിലും സംഭവിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ Listen one thing. Jesus does not come and suddenly do something for you when it is something that you can do. ഇവിടെ ഒരു കാര്യം നാം അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ സാഹചര്യത്തിൽ യേശു കടന്നു വന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്തിട്ട് പോകില്ല. He will only step in in order to do the impossible. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില അസാധ്യമായിരിക്കുന്ന വിഷയങ്ങളുടെ മുൻപാകെ നിൽക്കുമ്പോൾ മാത്രമാണ് കർത്താവ് ആ സാഹചര്യത്തിലേക്ക് ആഗതനാകുന്നത്. You remember Jesus raising Lazarus? ലാസറിന്റെ ആ പ്രത്യേക അനുഭവത്തിൽ യേശു ഇങ്ങനെ കാത്തിരുന്നത് നിങ്ങൾക്കറിയാമോ? If you study that miracle, ആ അത്ഭുതത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ that people were asked to do more things than Jesus did. Jesus asked the people to do more than what Jesus did. യേശു ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ യേശു ജനത്തോട് ആവശ്യപ്പെട്ടു. Jesus did only one thing. യേശു ഒറ്റ കാര്യം ചെയ്തുള്ളൂ. But they had to do several things. അവർ പല കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നു. Number one, of course, Martha and Mary had to believe that Jesus could do it then and there. അവിടെ തന്നെ യേശു കർത്താവിനെ ചെയ്യാൻ കഴിയുന്ന മാർത്തയും മറിയയും വിശ്വസിക്കേണ്ടിയിരുന്നു. And they had to confess their faith. അവരുടെ വിശ്വാസം അവർ ഏറ്റുപറയേണ്ടിയിരുന്നു. Because first they were not willing to believe, they were not able to believe that Jesus could do it. You know what was the problem with their faith? They had faith, but their faith was defective. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മറുപടിയും പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ വെച്ച് ലാസർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. അത് മാത്രമല്ല മാർത്തയുടെയും മരുടെയും വിശ്വാസത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷേ ആ വിശ്വാസത്തിന് ഇച്ചിരി താളപ്പിഴ ഉണ്ടായിരുന്നു. They both said the same thing. Martha and Mary said the same thing. മാർത്തയും മറിയയും ഒരേ കാര്യമാണ് പറഞ്ഞത്. Lord, if you were here, our brother would not have died. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. So they had faith for the past. അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്ത ഭൂതകാലത്തിനാണ്. Faith for the past. Oh, in the past, if you were here, it could have happened, it would have happened 3-4 days ago. കർത്താവേ, ഒരു 3-4 ദിവസം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു. And then they also said, yes, we believe that in the last day of resurrection he will rise again. പിന്നെ ഒരു അർത്ഥമായിട്ട് പറയാണ്, അവസാന നാളിൽ പുനരുത്ഥാനത്തിന്റെ നാളിൽ അവർ ഉയർത്തെഴുന്നേൽക്കും. So they had faith for the future. അവർക്ക് ഭാവി കാലത്തേക്കുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. They had faith for the past. ഭൂതകാലത്തേക്കുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. They had faith for the future. ഭൂതകാലത്തേക്കുള്ള ഭാവി കാലത്തേക്കുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. But what they needed was a faith for today, faith for the now. ഇപ്പോഴത്തെ
അവർക്ക് ഈ സന്ദർഭത്തിലേക്ക് വേണ്ട വിശ്വാസമാണ് അവർക്ക് ആവശ്യമായിരുന്നത്. And so Jesus waited until they confessed, yes Lord we believe. എന്നാൽ യേശുവിന്റെ അടുക്കൽ കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് അവർ ഏറ്റു പറയുന്നതുവരെ കർത്താവ് കാത്തിരുന്നു. Jesus did not say I was the resurrection and the life, neither did he say I will be the resurrection and the life, but he said ജീവനും ആയിരുന്നു എന്ന് കർത്താവ് പറഞ്ഞില്ല, ഞാൻ പുനരുത്ഥാനവും ജീവനും ആയിരിക്കും എന്ന് കർത്താവ് പറഞ്ഞില്ല. but he said I am the resurrection and the life. എന്നാൽ യേശു കർത്താവ് പറഞ്ഞ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. when? എപ്പോൾ? now, ഇപ്പോൾ, today, ഇന്ന്, tonight. ഇന്ന് രാത്രി. Are you able to believe that? Are you able to believe that? നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? not yesterday, not tomorrow, but today. ഇന്നലെയല്ല നാളെയല്ല ഇന്ന്. praise God. അത് വിശ്വസിക്കാൻ കഴിയുമോ? Praise the Lord. Hallelujah. കഴിയുമെന്ന് വാ കൊണ്ട് നേറ്റു പറഞ്ഞേ. അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ഇന്ന് കർത്താവിന് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. വാ തുറന്ന് ഒന്ന് പറയാൻ നമുക്ക് തയ്യാറാകാമല്ലോ. ഒന്ന് പറയാം. കർത്താവേ ഇന്ന് രാത്രിയിൽ നീ വിശ്വസ്തനാണ് ഇത് ചെയ്യുവാൻ. Hallelujah. Amen. Lord, I believe you are faithful to do it even tonight. Tonight, right now. ഇന്ന് രാത്രി. I am the resurrection, he said. You not you were, you will be, but you are now today. കർത്താവേ നീ ആയിരുന്നവനല്ല, ആയിരിക്കാൻ പോകുന്നവനല്ല, ഇപ്പോൾ ഉള്ളവനാണ്, ഇപ്പോൾ പ്രവർത്തിക്കുന്നവനാണ്. Praise God. Hallelujah. 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 That is the number one thing. അതാണ് ഒന്നാമത്തെ കാര്യം. Number two, രണ്ടാമത്തെ കാര്യം, he told them to remove the stone. രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞ കല്ല് ഉരുട്ടി മാറ്റാൻ. The Lord who could bring Lazarus out to life, don't you think that he could have just commanded the stone to be moved and then for Lazarus to come out? മരിച്ച 4 ദിവസമായി കിടന്ന ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരാൻ ഒരു വാക്ക് കൊണ്ട് കഴിയുമെങ്കിൽ ആ കർത്താവിന് ഒരു വാക്ക് പറഞ്ഞിട്ടോ ആ കല്ലങ്ങ് ഉരുട്ടി മാറ്റിയിട്ട് ആ ലാസറിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമായിരുന്നില്ലേ? Do you believe that? കർത്താവിനത് കഴിയുമായിരുന്നു തോന്നുന്നുണ്ടോ? But he didn't do that. കർത്താവിനത് കഴിയുമായിരുന്നു, പക്ഷെ കർത്താവ് ചെയ്തില്ല. He asked the people to do it. ജനങ്ങളോട് കല്ല് മാറ്റാൻ പറഞ്ഞു. And then once he came out of the grave, ലാസർ കല്ലറയ്ക്കകത്തുനിന്ന് പുറത്ത് വന്നു കഴിഞ്ഞപ്പോ how did he come? അവൻ എങ്ങനെയാ വന്നത്? He was still wrapped up. അവൻ ശീലകൾക്കകത്ത് ചുറ്റി പൊതിഞ്ഞു കെട്ടിയാ വന്നത്. And he told the people to unwrap him and set him free. അവനെ ചുറ്റിയിരുന്ന ശീലകൾ തുണി അഴിച്ചിട്ട് അവനെ സ്വതന്ത്രമാക്കി വിടാൻ അവരോട് കർത്താവ് പറഞ്ഞു. Can you see something there? നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ? He does this miracle in partnership with you. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് എപ്പോഴും അത്ഭുതം ചെയ്യുന്നത് നിങ്ങളുമായുള്ള പങ്കാളിത്തത്തിലാണ്. And when does he do it? അവൻ എപ്പോഴാണ് ചെയ്യുന്നത്? When you and I can do and will do what we are able to do. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നാം ചെയ്ത് കഴിയുമ്പോഴാണ് കർത്താവ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. Straighten up our faith. Straighten up our faith. നിങ്ങളുടെ വിശ്വാസത്തെ നേരെയാക്കുക. Get your faith right. നിങ്ങളുടെ വിശ്വാസം ഒരു ശരിയായ ദിശയിലേക്ക്, ശരിയായ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. Then you must believe that, many of us believe that God can do it for someone else but not for me. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് മറ്റാർക്കെങ്കിലും വേണ്ടിയൊക്കെ ചെയ്യാൻ ദൈവത്തിന് കഴിയും, പക്ഷെ എനിക്ക് വേണ്ടി ഇല്ല. Why not? എന്തുകൊണ്ട് ദൈവത്തിന് കഴിയില്ല? God can, ദൈവത്തിന് സാധിക്കും, but you don't want. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമില്ല. You are blocking him by saying God can do it for others but not for me. ദൈവം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ കർത്താവെ അങ്ങേക്ക് കഴിയും, പക്ഷെ എനിക്ക് വേണ്ടി അവിടെ നിന്ന് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള നമ്മുടെ മനോഭാവത്തിൽ നിന്ന് നമുക്ക് വേണ്ടിയുള്ള ദൈവപ്രവൃത്തിയെ നാം തടയുകയാണ്. And then we must remove all the blockages that we ourselves are. സരണമാണ് ഒന്നാമത് ആവശ്യമായിരുന്നത്. God always works his miracles in partnership with us. ദൈവം എല്ലായ്പ്പോഴും അത്ഭുതങ്ങൾ ചെയ്യുന്നത് നമ്മളുടെ പങ്കാളിത്തത്തിലാണ്. How many of you like to be a partner with Jesus? നിങ്ങൾ എത്ര പേർ യേശു കർത്താവുമായിട്ട് പങ്കാളിത്തത്തിലായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു? When you are faced with a difficult situation, നാം ഒരു പ്രയാസകരമായ ഒരു സാഹചര്യത്തെ an അഭിമുഖീകരിക്കുമ്പോൾ, impossible situation, അസാധ്യമായ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ, instead of looking at that impossibility, ആ അസാധ്യതകളെ തുറിച്ചു നോക്കുന്നതിന് പകരം look at Jesus യേശുവിനെ നോക്കുക. and
tell him, യേശുവിനോട് പറയുക, Lord Jesus, യേശു കർത്താവേ, it may be impossible with me or with any man, ഈ കർത്താവേ എന്നെ കൊണ്ടോ മറ്റേതൊരു മനുഷ്യനെ കൊണ്ടോ ഇത് അസാധ്യമായിരിക്കാം, but not impossible with you. എന്നാൽ കർത്താവേ അത് അങ്ങയെ കൊണ്ട് അസാധ്യമായിരിക്കുന്നില്ല. What is impossible with man is possible with God. ദൈവമേ കർത്താവേ ഇത് മനുഷ്യനെ കൊണ്ട് അസാധ്യമാണ്, എന്നാൽ ദൈവത്താൽ സാധ്യമാണ്. Lord, കർത്താവേ, I am willing to be a partner with you. കർത്താവേ ഞാൻ അങ്ങയുടെ ഒരു പങ്കാളിയായിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. I want to see this impossibility happening right in front of my eyes. കർത്താവേ ഈ അസാധ്യമായുള്ളത് സാധ്യമായി തീരുന്നത് ഇപ്പോൾ എന്റെ കണ്ണിന്റെ മുൻപിൽ തന്നെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Lord, I am willing to do my part. കർത്താവേ അതിനുവേണ്ടി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ ഒരുക്കമാണ്. I am willing to confess that you are the God of the present. You are the God of the now. കർത്താവേ നീ വർത്തമാനകാലത്തിന്റെ ഇപ്പോൾ ഈ നിമിഷത്തിന്റെ കർത്താവാകുന്നു. അവിടെ നിന്ന് ഇന്ന് രാവിലെ ഇപ്പോൾ ഞാൻ ഏറ്റുപറയാൻ തയ്യാറാണ് എന്ന് കരമുയർത്തി കർത്താവിനോട് പറയാം. Lord, I am willing to be obedient to you. കർത്താവേ അങ്ങയോട് അനുസരണമുള്ളവനായിരിക്കുവാൻ ഞാൻ ഒരുക്കമാണ്. Oh, no matter what your situation is. കർത്താവേ എന്റെ സാഹചര്യം എന്തായിരുന്നാലും, dear servants of God, പ്രിയ ദൈവദാസന്മാരെ, you may be facing an impossible situation. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ അസാധ്യമായ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നുണ്ടാവാം. You have been praying and praying and praying and expecting a breakthrough in your ministry. നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിനകത്തൊരു വലിയ അത്ഭുതം, ഒരു വലിയ പ്രവൃത്തി കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. And you are even beginning to give up. ഒരുപക്ഷേ ഈ ശുശ്രൂഷയുടെ ആ നിലവാരം ഉപേക്ഷിക്കുവാൻ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. Maybe I am in a wrong place. ഒരുപക്ഷേ ഞാൻ ഒരു തെറ്റായ സ്ഥാനത്ത് വന്നെത്തിയിരിക്കുന്നു എന്ന് ചിന്തിച്ചേക്കാം. Maybe I am not the right person. ഒരുപക്ഷേ ഈ സ്ഥലത്തേക്കുള്ള ശരിയായ വ്യക്തി ഞാൻ ആയിരിക്കില്ല എന്ന് തോന്നിയേക്കാം. Doubts are coming into your heart. ഈ Doubts are coming into your heart. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സംശയങ്ങൾ കടന്നു വരുന്നു. But tonight all is going to change. Tonight everything is going to be changed. ഇന്ന് രാത്രി എല്ലാ കാര്യങ്ങൾക്കും മാറ്റം വരുവാൻ പോകുകയാണ്. Do you want that change to happen? ആ മാറ്റം സംഭവിക്കുവാൻ നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നു? കൈയുയർത്തി പറയാം. Do you want? You just tell the Lord, Lord, I am willing to believe that it is you and it is not me. It is you who will make it possible. And all the time I was thinking that I must do this, I must do that, and I must do that. I am tired, but I realize tonight it is not all about me, but it is all about you. Jesus, now you step in and do that is impossible. കർത്താവേ ഞാൻ ഇത്രയും കാലം വിചാരിച്ച ഞാൻ ഇത് ചെയ്യണം, ഞാൻ അത് ചെയ്യണം, ഞാൻ അങ്ങനെ ചെയ്യണം, ഞാൻ ഇങ്ങനെ ചെയ്യണമെന്നാണ്. എന്നാൽ കർത്താവേ ഇന്ന് രാത്രി ഞാനല്ല, മറ്റാരുമല്ല, അവിടുന്ന് തന്നെ ഇന്ന് രാത്രി ചെയ്യുവാൻ പോകുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ വലിയ മാറ്റത്തിന് വേണ്ടി സാധ്യമായിട്ടുള്ളത് സാധ്യമായി തീരുവാൻ വേണ്ടി ദൈവമാണെന്ന് വിശ്വസിക്കുന്ന കർത്താവേ, let us lift up our hands and praise God for that. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. God is going to do it. ദൈവം അത് ചെയ്യുവാൻ പോകുകയാണ്. Not me, ഞാനല്ല, but God will do it. ദൈവം അത് ചെയ്യും. Praise the Lord. ഹല്ലേലൂയ. Listen, you are the right person in the right place. നിങ്ങൾ ശരിയായ സ്ഥലത്ത്, നിങ്ങൾ ആയിരിക്കേണ്ട സ്ഥാനത്ത് ആയിരിക്കുന്ന വ്യക്തി തന്നെയാണ്. For God there are no wrong places. ദൈവത്തിന് ഒരിക്കലും ഒരു തെറ്റായ സ്ഥലമില്ല. Amen. ആമേൻ. Hallelujah. Hallelujah. If you think you are in a very difficult place, that's where God wants you to be. നിങ്ങൾ ഏറ്റവും പ്രയാസകരമായ ഒരു സ്ഥാനത്തായിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ അവിടെ ആയിരിക്കുവാനാണ് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. Because that is a place where God will prove to you and God will show to the world that our God whom we serve is a God of impossibility. നാം ദൈവത്തെ വിശ്വസിച്ച് അവനെ അനുസരിക്കുവാൻ തയ്യാറായി തീർന്നാൽ ഞാൻ ആയിരിക്കേണ്ട സ്ഥാനത്ത് എന്നെ ആക്കിയിരിക്കുന്ന ദൈവമാണെന്നും ദൈവമാണ് പ്രവൃത്തി ചെയ്യുന്നതെന്നും ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ ദൈവം തയ്യാറാണ്. And if you believe that Jesus died for every person living in that village, that city, that town where you are, if you believe that Jesus loves them enough to save them, and you have been sent there by God. Hallelujah. Oh yeah. You know, there is something wrong with this. In the hardest places. ദൈവം എല്ലായ്പ്പോഴും തന്റെ അതിശ്രേഷ്ഠമായ പ്രവർത്തികൾ ചെയ്യുന്നത് ഏറ്റവും ദുഷ്കരമായ സാഹചര്യങ്ങളിലാണ്. It takes a man or a woman who believes that.
അതിനാവശ്യമായിരിക്കുന്നത് ദൈവത്തിന് ചെയ്യുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ ആവശ്യമായിട്ടുണ്ട്. It takes a man or a woman who will say, I know what I am talking about. 41 years ago, God sent me to a place where I questioned God. Why did you send me here? ഒരു ദൈവത്തിന് ചെയ്യുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ ദൈവത്തിന് ആവശ്യമാണ്. എന്താ പറയുന്നതെന്ന് എനിക്കറിയാം. മനസ്സിലാക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. 41 വർഷത്തിന് മുമ്പ് ഒന്നും കാണാത്ത ഒരു സ്ഥലത്തേക്ക് കടന്നു ചെന്നു. I did everything I